ചായക്കടയിൽ ബാക്കിയുള്ളവർക്ക് ചായക്കട ഇല്ല. ഒരു കട മാത്രമുണ്ട്, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഒരു കട, അതേ ഉള്ളൂ. അത് അവർ കൗണ്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ, ഞങ്ങൾക്ക് ചക്കിലേരുമാരെന്ന് പറഞ്ഞാൽ കണ്ണാടി ടംളറിൽ അങ്ങനെ തരുന്നത്. குடம் நிறைஞ்சு கீழே போனாலும் அந்த குடத்தை வந்து நாங்கள் தொடக்கூடாதுங்க. அந்த குடம் அவங்க வீட்டில் வந்து ஊற்றிட்டு வந்து எடுத்த பின்னாடி தான் நாங்கள் பிடிக்கணும். அப்புறம் அவங்க எத்தனை 10 குடம் இருந்தாலும் அவங்க பிடிச்சிட்டு தான் எங்களுக்கு 2 குடத்துக்கு விடுவாங்க. அதுக்கு சம்மதிக்க மாட்டாங்க. அவங்க தண்ணி பிடிச்சாலும் நாங்கள் இப்படி தள்ளி தான் நிற்கணுங்க சார். அவங்க பக்கத்தாடி போய் நிற்கக்கூடாது. குடத்தை நாங்கள் கையில் தொடக்கூடாது. அந்த குடம் நிறைஞ்சு வெள்ளம் கீழே தாங்க சார் போகுது. அந்த தண்ணி நாங்கள் பிடிச்ச என்ன குடத்தை எடுத்து வச்சுட்டு. ജാതി മേൽക്കോയ്മയുടെ അവശേഷിപ്പുകൾ ഇന്നും കേരളത്തിലുണ്ട്. സംശയമുള്ളവർ ഇപ്പോൾ കണ്ട ഈ മനുഷ്യരെ കാണാൻ പാലക്കാടൻ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഒന്നു പോകണം. ദളിതരായ ചക്കിലിയ സമുദായക്കാർക്ക് കൗണ്ടർ വിഭാഗക്കാർ നടപ്പാക്കി വരുന്ന അയിത്തവും തൊട്ടുകൂടായ്മയും നേരിട്ട് മനസ്സിലാക്കാം. പ്രബുദ്ധമായ കേരളീയ സമൂഹത്തോടൊപ്പം ജീവിക്കുമ്പോഴും എന്തുകൊണ്ട് നമ്മുടെ നവോത്ഥാന പാരമ്പര്യം അതിർത്തി ഗ്രാമങ്ങൾക്ക് അന്യമാകുന്നു? ഉത്തരം നൽകേണ്ട ബാധ്യത ഭരണകൂടത്തിനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്. ഒപ്പം നിരവധി ചോദ്യങ്ങളും ഉയരുകയാണ്. ജാതി മേൽക്കോയ്മയുടെ അവശേഷിപ്പുകൾ ഇപ്പോഴും ശക്തമോ? ദളിത് കോളനികളുടെ അവസ്ഥ എന്ത്? അതിർത്തി ഗ്രാമങ്ങൾ അനാചാരത്തിന്റെ പിടിയിലാണോ? കേരളീയ നവോത്ഥാനം ഏശാത്തത് എന്തുകൊണ്ടാണ്? പാർട്ടികൾക്ക് വേണ്ടത് വോട്ട് മാത്രമോ? പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാതയോര ബാറിൽ സർക്കാരിന്റെ ഒളിച്ചുകളി പിടികൂടി ഹൈക്കോടതി. ബാറുകൾ തുറക്കരുതെന്ന് നിർദ്ദേശം. തുറന്നവ ഉടൻ അടയ്ക്കണം. ബാറുകൾക്ക് വേണ്ടി കോടതിയുടെ ചുമലിൽ കയറി വെടിവെക്കരുതെന്ന് രൂക്ഷ വിമർശനം. അപ്പീൽ നൽകുമെന്ന് നിയമമന്ത്രി. എക്സൈസ് മന്ത്രിക്ക് തുടരാൻ അർഹതയില്ലെന്ന് ചെന്നിത്തല. മദ്യപിക്കുന്നവരെ തടഞ്ഞാൽ വിഷം ഒഴുകുമെന്ന് മന്ത്രി ജി സുധാകരൻ. ഖത്തർ പ്രതിസന്ധിയിൽ പ്രവാസി മലയാളികൾക്കായി ഇടപെട്ട് സർക്കാർ. കേന്ദ്രമന്ത്രി സുഷമ സ്വരാജുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി. ഭിന്നത തീർക്കാൻ ശ്രമങ്ങളുമായി തുർക്കിയും കുവൈറ്റും. പ്രതിസന്ധിയില്ലെന്ന് ഖത്തർ അമീർ. തെരഞ്ഞെടുപ്പ് തോൽവികളിൽ നിന്ന് പാഠം പഠിക്കണമെന്ന് നേതാക്കളോട് സോണിയാഗാന്ധി. ജനങ്ങളുടെ വിശ്വാസത്തിനും ഭക്ഷണത്തിനും മേൽ കേന്ദ്ര സർക്കാർ കടന്നുകയറ്റം നടത്തുന്നുവെന്നും സോണിയാഗാന്ധി. രാജ്യസഭാ സീറ്റ് തർക്കത്തിനിടെ സിപിഎം പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ. സീതാറാം യെച്ചൂരിയെ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിപ്പിക്കണമെന്ന ബംഗാൾ ഘടകത്തിന്റെ കത്തിൽ ചർച്ച. അതിർത്തിയിൽ അയിത്തവും തൊട്ടുകൂടായ്മയും. പാലക്കാടൻ അതിർത്തി ഗ്രാമങ്ങളിൽ അയിത്തവും തൊട്ടുകൂടായ്മയും എന്ന് പരാതി. ജാതി വേർതിരിവ് മുതലമട അംബേദ്കർ കോളനിയിലെ തമിഴ് വിഭാഗങ്ങൾക്കിടയിൽ. അതിർത്തിയിൽ അയിത്തം. തമിഴ്നാടിനോട് ചേർന്ന പാലക്കാട്ടെ അതിർത്തി ഗ്രാമങ്ങളിൽ ജാതിയുടെ പേരിൽ അയിത്തവും തൊട്ടുകൂടായ്മയും നിലനിൽക്കുന്നതായി പരാതി. മുതലമട അംബേദ്കർ കോളനിയിലെ തമിഴ് വിഭാഗങ്ങൾക്കിടയിലാണ് അയിത്തം നിലനിൽക്കുന്നത്. മുതലമട അംബേദ്കർ കോളനിയിലെ കൗണ്ടർ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് ചക്ലിയ സമുദായത്തിൽപ്പെട്ടവരോട് അയിത്തം കൽപ്പിച്ച് മാറി നിൽക്കുന്നത്. കൗണ്ടർ സമുദായ അംഗങ്ങളുടെ വീട്ടുവളപ്പിലേക്ക് ചിരിപ്പിട്ട് പ്രവേശിക്കരുത്. കൗണ്ടർ സ്ത്രീകൾ വെള്ളമെടുക്കുമ്പോൾ ചക്ലിയ വിഭാഗത്തിലുള്ളവർ പൊതുടാപ്പിനടുത്ത് വരരുത്. അവർ വെച്ചുപോയ പാത്രത്തിൽ വെള്ളം നിറഞ്ഞുകവിഞ്ഞു പോയാൽ പോലും തൊടാൻ പാടില്ല എന്നും കോളനി നിവാസികൾ പറയുന്നു. குடத்தை அவங்க வச்ச பிறகு அவங்க எடுத்த பிறகு தான் நாங்கள் கழுவிட்டு தான் அதுக்கு நாங்கள் அவங்க பிடிக்கணும். அது மட்டும் எங்களை விட மாட்டாங்க. இல்லைன்னா அவங்க பிடிச்சி விட்டதை எங்களுக்கு தண்ணியே விடுவாங்க. இல்லைன்னா நாங்கள் புறத்துக்கு தள்ளி தான் நிற்கணும். அவங்க குடம் வரையில் நாங்கள் தள்ளி தான் நிற்கணுங்க சார். அதுக்கு சம்மதிக்க மாட்டாங்க. அவங்க தண்ணி பிடிச்சாலும் நாங்கள் இப்படி தள்ளி தான் நிற்கணுங்க சார். அவங்க பக்கத்தாடி போய் நிற்கக்கூடாது. குடத்தை நாங்கள் கையில் தொடக்கூடாது. அந்த குடம் நிறைஞ்சு வெள்ளம் கீழே தாங்க சார் போகுது. அந்த தண்ணி நாங்கள் பிடிச்ச என்ன குடத்தை എടുത്ത് വെച്ചിട്ട്. ചക്ലിയ സമുദായത്തിൽപ്പെട്ടവരെ നിരന്തരം ആക്ഷേപിക്കുന്നുവെന്ന പരാതിയുമുണ്ട്. ഇവിടെ 2 ചായക്കടകളാണുള്ളത്. ചക്ലിയ വിഭാഗത്തിൽപ്പെട്ടവർ കൂടുതലായി പോകുന്ന ചായക്കടയിൽ കൗണ്ടർ വിഭാഗത്തിലുള്ളവർ പോകാറില്ല. കൗണ്ടർ വിഭാഗത്തിൽപ്പെട്ടവർ പോകുന്ന ചായക്കടയിൽ 2 തരം ഗ്ലാസാണ് ഉപയോഗിക്കുക. ചായക്കടയിൽ അവർക്ക് മാത്രം ഒരു ചായക്കട, ബാക്കിയുള്ളവർക്ക് ചായക്കട ഇല്ല. ഒരു കട മാത്രമുണ്ട്, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഒരു കട. അത് അവർ കൗണ്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ, ഞങ്ങൾക്ക് ചക്കിലേരുമാരെന്ന് പറഞ്ഞാൽ കണ്ണാടി ടംളറിൽ അങ്ങനെ തരുന്നത്. കോളനിയിലെ ഐറ്റത്തിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം നടത്തിയ മിശ്രഭോജനത്തിൽ PT ബൽറാം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സംഭവത്തിനെതിരെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കോളനി നിവാസികൾ.
ന്യൂസ് 18 പാലക്കാട്. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇന്നലെ ഈ പ്രദേശത്ത് എത്തുകയും മിശ്രഭോജനം നടത്തി ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ശക്തമായ ഒരു നിലപാട് പ്രതീകാത്മകമായി തന്നെ ഇടപെടൽ നടത്തുകയും ചെയ്ത കോൺഗ്രസ് നേതാവ് MLA ശ്രീ VT ബൽറാം ചേരുന്നു. കോഴിക്കോട് നിന്നും ചേരുന്നു. നെന്മാറ MLA സ്ഥലം MLA ശ്രീ K ബാബു, അദ്ദേഹം CITUവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളന ആവശ്യങ്ങൾക്കായി വിശാഖപട്ടണത്താണ്. പക്ഷേ സ്വന്തം നാടുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ ഒരു ചർച്ചയിലേക്ക് അദ്ദേഹം ഞങ്ങളുമായി സഹകരിക്കുകയായിരുന്നു. വിശാഖപട്ടണത്ത് നിന്നും ന്യൂസ് 18 സ്റ്റുഡിയോയിൽ നിന്നും അദ്ദേഹം ചർച്ചയിൽ ചേരുകയാണ്. MP ശ്രീ K സോമപ്രസാദ് CPIM നേതാവ് കൊല്ലത്ത് നിന്ന് ചേരുന്നു. ദളിത് ആക്ടിവിസ്റ്റ് ശ്രീ സണ്ണി കപ്പിക്കാട് ചേരുന്നു. സാമൂഹ്യ പ്രവർത്തക, ആദിവാസികൾക്കും ദളിതർക്കുമിടയിൽ വളരെ സജീവമായി ഇടപെടലുകൾ പ്രവർത്തിക്കുന്ന ശ്രീമതി ധന്യാരാമൻ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിലുള്ളത്. ആദ്യം ബൽറാമിലേക്ക്. ശ്രീ ബൽറാം, ഇത് ഒരു പുതിയ കാര്യവുമല്ല, എന്നാൽ വളരെ ഗൗരവമുള്ളതുമാണ്. കാരണം ഇതേ പ്രദേശത്ത് മാധ്യമ വാർത്തകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് പറഞ്ഞത് 10 വർഷം മുമ്പ് ഇന്ത്യ വിഷനിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ഇതേ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ചിരട്ടയായിരുന്നു. ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്, ഇന്ന് കുപ്പി ഗ്ലാസ് ആണ് ചക്കലിയ സമുദായത്തിന് കൗണ്ടർമാർ സമ്മാനിച്ചിട്ടുള്ളത്, അതിൽ കുടിക്കാം, സ്റ്റീൽ ഗ്ലാസിൽ പറ്റില്ല. അന്ന് ചിരട്ടയായിരുന്നു, ഇന്ന് കുപ്പി ഗ്ലാസ് ആണ്, ചിലയിടത്ത് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്. ഇതാണ് അവസ്ഥ. പിന്നീട് ഞങ്ങളുടെ തന്നെ പ്രതിനിധി പറഞ്ഞത് ഇത്തരം വാർത്തകൾ സജീവമായ ആ കാലത്ത് അതിനുശേഷം സുകുമാർ അഴീക്കോടിനെ പോലെയുള്ളവർ അവിടെ എത്തി. ബൽറാമൊക്കെ ഇപ്പോൾ നടത്തിയതുപോലുള്ള മിശ്രഭോജനം നടന്നിരുന്നു, കാര്യങ്ങളിൽ ചില മാറ്റവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതെല്ലാം മാറി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. പ്രാദേശികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാമായിരിക്കും, ഇതൊക്കെ ഇപ്പോൾ പുറത്ത് വലിയ സജീവമായി വരുന്നതിന് പിന്നിൽ. എങ്കിലും അത്ഭുതപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയും അതേ തുടർന്നുള്ള ഒരു പ്രതിഷേധത്തിലുമാണോ ബൽറാം പങ്കുചേർന്നത്? കണ്ട കാഴ്ചകളെ കുറിച്ച് ആദ്യം. 1917 സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ നടന്ന പന്തിഭോജനത്തെക്കുറിച്ച്, മിശ്രഭോജനത്തെക്കുറിച്ച് ഓർമ്മ പുതുക്കുന്ന അതിന്റെ 100ാം വാർഷികം ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു വേളയിലാണ് കേരളം എന്നിപ്പോൾ. പക്ഷേ നവോത്ഥാനത്തിന്റെ ആ 100 വർഷങ്ങൾ കേരളത്തെ കാര്യമായിട്ടൊന്നും മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളും ആ നവോത്ഥാന മുന്നേറ്റത്തിനൊപ്പം എത്തിയിട്ടില്ല എന്നതിന്റെ സൂചനയാണ് ഇന്നലെ ഈ ചക്ലിയ കോളനിയിൽ, അംബേദ്കർ കോളനിയിൽ പോയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ നിങ്ങൾ തന്നെ ന്യൂസ് 18 പറയുന്നത് പോലെ ഇതൊരു അതിർത്തി ഗ്രാമത്തിലെ തമിഴ് വംശജരുടെ ഇടയിൽ മാത്രം കണ്ടുവരുന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തെ ലഘൂകരിക്കാനോ ഇതിനെ എക്സ്റ്റേണലൈസ് ചെയ്യാനോ ശ്രമിക്കേണ്ട കാര്യമില്ല. ഇത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന കാര്യമാണ്. ചില പ്രകടമായിട്ടുള്ള സൂചനകൾ ഇത്തരത്തിൽ ചർച്ചാ വിഷയമായി ഉയർന്നു വരുന്നത് ചില ഇടങ്ങളിൽ മാത്രമാണ് എന്ന് മാത്രമേ കരുതേണ്ടതായിട്ടുള്ളൂ. ജാതി എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ സാമൂഹ്യ വ്യവഹാരങ്ങളിൽ ഇന്നും സ്വാധീനം ചെലുത്തി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് മാത്രമാണ് ഞാനിതിനെ കാണുന്നത്. നിങ്ങളിവിടെ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സ്ത്രീകളടക്കമുള്ള ആളുകൾ, വയസ്സായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ എന്നോട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പൊതു ടാങ്ക് അവിടെ പഞ്ചായത്ത് മറ്റും സ്ഥാപിച്ച ഒരു പൊതു ടാങ്കില്, വാട്ടർ ടാങ്കില് 2 ടാപ്പുണ്ട്. അതിൽ ഒരു ടാപ്പിൽ നിന്ന് ചക്ലിയ സമുദായക്കാർക്ക് മാത്രമാണ് വെള്ളം പിടിക്കാൻ അവകാശമുള്ളത്. മറ്റേ ടാപ്പ് മേൽജാതിക്കാർ എന്ന് പറയപ്പെടുന്ന കൗണ്ടർ, ഇഴവ വിഭാഗക്കാർക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളതാണ്. അവിടെ ഇപ്പൊ നേരത്തെ ഒരു അമ്മ പറഞ്ഞതുപോലെ ആ ടാപ്പിൽ മേൽജാതിക്കാർ കൊണ്ടുവച്ച കുടത്തിൽ വെള്ളം നിറഞ്ഞ് ഒഴുകുകയാണെങ്കിൽ ആ ടാപ്പ് ഒന്ന് അടയ്ക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം കീഴ്ജാതിക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദളിത് വിഭാഗക്കാർക്ക് ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. ഇന്നലെ ഞങ്ങളടക്കം അവിടെ പോയി ഈ ഒരു അനീതി ഒരു കാരണവശാലും കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല, ഇതൊരു നിമിഷം പോലും തുടരരുത് എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ഞങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ വെച്ച് അവിടെ ചക്ലിയ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ അവർക്ക് ഇന്നേ വരെ നിഷിദ്ധമാക്കപ്പെട്ടിരുന്ന ആ ടാപ്പിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്ന ഒരു കാഴ്ച വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷമാണ് മിശ്രഭോജനത്തിലേക്ക് കടന്നത്. അതിലും എല്ലാ വിഭാഗക്കാരെയും ക്ഷണിച്ചിരുന്നു എങ്കിൽ പോലും വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് അവിടെ വന്നത്. അല്ലെങ്കിൽ ചക്ലിയ വിഭാഗത്തിൽ പെടാത്ത ആളുകൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരുമായിട്ടുള്ള ആളുകളാണ് അതിൽ പങ്കെടുത്തത്. അവിടെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് ഒരിക്കലും നമുക്ക് കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇവിടെ യഥാർത്ഥത്തിലുള്ളത് ഒരു ജാതി വിവേചനം അതിന്റെ അങ്ങേയറ്റത്തെ തീവ്രതയിൽ, മനുഷ്യത്വ വിരുദ്ധതയുടെ അങ്ങേയറ്റമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊന്ന്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിവേചനമുണ്ട്.
ഈ പഞ്ചായത്ത് നാളിതുവരെ ഭരിച്ചിട്ടുള്ളത് കഴിഞ്ഞ 5 വർഷം ഒഴിച്ച് CPM ആണ്. അതേസമയം ഈ പ്രദേശം നിൽക്കുന്ന വാർഡ് എന്ന് പറയുന്നത് അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡാണ്. ഈ പഞ്ചായത്തിന്റെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ വിവേചനവും ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ബൽറാം, ആ രാഷ്ട്രീയ വിമർശനം നമുക്ക് രണ്ടാം ഭാഗമായി എടുക്കാം. അതിനേക്കാൾ അപ്പുറമുള്ള വളരെ ഗൗരവതരമായ ഒരു സാമൂഹ്യ പ്രശ്നം എന്ന നിലയിൽ ഇതൊരു അതിർത്തി ഗ്രാമം എന്ന് പറയുമ്പോൾ ആ അതിർത്തിയിൽ ഒതുക്കപ്പെടുത്തിയല്ല ഞങ്ങൾ അതിനെ സമീപിച്ചത് എന്നതുകൊണ്ട് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ബൽറാം. അതിനൊരു ഗൗരവമായ തലമുണ്ട്. പക്ഷേ ബൽറാം പറഞ്ഞ പോലെ ഒരു വ്യാപകമായ പ്രതലമുണ്ട് എങ്കിൽ മറ്റൊരു തരത്തിൽ ഗൗരവമായി കാണേണ്ടതാണ്. എവിടെയാണ് നമ്മുടെ നവോത്ഥാന പാരമ്പര്യം, ആ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പോൾ സ്ഥലം എം എൽ എ ശ്രീ കെ ബാബു നമ്മൾക്കൊപ്പം ചേരുന്നു. ശ്രീ ബാബു, രാഷ്ട്രീയമായ ഒരു വിമർശനം CPM-ന് മേൽ പ്രാദേശിക ഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. ശ്രീ ബൽറാം, താങ്കളുടെ മണ്ഡലത്തിൽ മഹാനായ അംബേദ്കറിന്റെ പേരിലുള്ള ദളിത് കോളനിയിലെ വളരെ കൃത്യമായ ഐത്തം, തൊട്ടുകൂടായ്മ, പൊതു ടാപ്പിൽ നിന്ന് പോലും ചക്കലിയ സമുദായക്കാർക്ക് വെള്ളമെടുക്കാനാകില്ല. 2 ചായക്കടകൾ, ആ 2 ചായക്കടയിൽ ഒരു ചായക്കടയിലേക്ക് മാത്രമേ കൗണ്ടർ വിഭാഗക്കാർ എത്തുകയുള്ളൂ. അവിടെ 2 തരം ഗ്ലാസ്, വെള്ളത്തിന്റെ കുടത്തെ തൊട്ടാൽ ആ കുടം കമഴ്ത്തിക്കളയുക, അശുദ്ധമാണ് എന്ന് പറയുന്ന നിലയിലേക്കുള്ള ആ ഒരു അവസ്ഥയിലാണ് ഈ കേരളത്തിനകത്ത് ആ മേഖലകളിലെ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം. അതിന്റെ പൂർവ്വകാലവും ആദ്യം സൂചിപ്പിച്ചല്ലോ. MLA എന്ന നിലയിൽ പറയാനുള്ളത് എന്താണ് ആദ്യം? ശ്രീ കെ ബാബുവിലേക്ക് മടങ്ങി വരാം. അദ്ദേഹത്തിലേക്കുള്ള ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ സോമപ്രസാദ് MP, ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഇത് ഗൗരവതരമായി തിരുത്തലുകൾ ആവശ്യപ്പെടുന്ന, കേരളത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമല്ലേ? ഇതിനെ സംബന്ധിച്ച് പറയാൻ, ഈ കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജാതി വിവേചനം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ, ഐത്തം അവസാനിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ വളരെയധികം മുന്നേറിയ ഒരു സംസ്ഥാനമാണ്, യാതൊരു സംശയമില്ല. പക്ഷെ അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ജാതി അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞുപോയി. അവരെല്ലാം ജാതിക്ക് അതീതമായി ചിന്തിക്കുന്നവരാണ് എന്ന തെറ്റായ ധാരണയൊന്നും എനിക്കുമില്ല. ഈ കേരളത്തെ ഇപ്പോൾ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരും അങ്ങനെ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെ, ഓരോരോരായിട്ടുള്ള മാറ്റത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നതും അതിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നതും ശരിയല്ല. ഇവിടെ അംബേദ്കറുടെ പേരിൽ, മഹാനായിട്ടുള്ള അംബേദ്കറുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കോളനിയിൽ നടന്നതായി പറയപ്പെടുന്ന, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതായി പറയപ്പെടുന്ന ഒരു ജാതി വിവേചനത്തെ സംബന്ധിച്ചാണല്ലോ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എനിക്ക് ആ സ്ഥലത്ത് ഞാൻ നേരിട്ട് പോയിട്ടുള്ളതല്ല. പക്ഷെ ഞാൻ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് അന്വേഷിച്ചിടത്തോളം ഇതിനെ സംബന്ധിച്ച് ന്യൂസ് 80 കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡി നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിന്റെ അതിർത്തി ഗ്രാമങ്ങൾ പ്രധാനമായും എല്ലാം ജാതി വിവേചനത്തിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും വിമുക്തമായി നിൽക്കുന്ന പ്രദേശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഈ പ്രശ്നം, ഈ അംബേദ്കർ കോളനിയിൽ ഉണ്ടായതായി പറയപ്പെടുന്ന വിഷയത്തെ സംബന്ധിച്ച് ഏതെങ്കിലും 1, 2, 3 കോൺഗ്രസ് നേതാക്കന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരോ പറയുന്നത് മാത്രമല്ല വിശ്വസിക്കേണ്ടത്. അവിടെ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 120ഓളം വരുന്ന കുടുംബങ്ങൾ, ഈ പറയുന്ന പ്രത്യേക പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചക്കിലിയ സമുദായത്തിൽപ്പെട്ട ഒരു 120ഓളം വരുന്ന കുടുംബങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒരു നല്ല ശതമാനം ആളുകളെ നേരിട്ട് കണ്ട് വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് എടുക്കാൻ വേണ്ടി, അതിന്റെ റിപ്പോർട്ട് ശേഖരിക്കാൻ വേണ്ടി കഴിയണം. ഇപ്പൊ നമ്മൾ അവിടെ ഈ പറയുന്ന പോലെ തൊട്ടുകൂടായ്മ, തീണ്ടൽ, അല്ലെങ്കിൽ ഒരുമിച്ച് ഇപ്പം മിശ്രഭോജനം അവിടെ നടന്നല്ലോ. നമ്മൾ ആ പ്രദേശത്ത് ഇതിനു മുമ്പ് തന്നെ എത്രയോ കല്യാണങ്ങൾ നടന്നിട്ടുണ്ടാവും. ആ കല്യാണങ്ങളുടെ, ഇപ്പോൾ എല്ലാ കല്യാണങ്ങളുടെയും വീഡിയോ എടുക്കുന്നുണ്ട്. ആ കല്യാണങ്ങൾ, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കല്യാണങ്ങൾ, വിവാഹങ്ങൾ, ആ വിവാഹങ്ങളുടെ വീഡിയോ എടുത്ത് ന്യൂസ് 80യുടെ സുഹൃത്തുക്കളൊന്ന് പരിശോധിക്കാൻ തയ്യാറാവണം. സോമപ്രസാദ്, താങ്കൾ പറഞ്ഞു വരുന്നത് അത്രമേൽ വിശ്വാസമായിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഇതിൽ
വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ സംശയം പോലും ഒരു വ്യക്തിക്കെങ്കിലും അത്തരം അയിത്തത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും ഇരയായി മാറുന്നുവെങ്കിൽ അത് വളരെ പ്രധാനമല്ലേ? എന്തിനാണ് ഒരു സംശയം ഇനിയും ബാക്കി വെക്കുന്നത്? എല്ലാ മാധ്യമങ്ങളും അത് മുൻപ് സംഭവിച്ചതാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിലൊരു മാധ്യമപരമായ അവകാശവാദമല്ല, പ്രശ്നമാണ് വലുത്. എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ബൽറാം അവിടെ പോയി കണ്ടതാണ് ഏറ്റവും അവസാനം പറഞ്ഞത്. നിർഭാഗ്യവശാൽ താങ്കളിലേക്ക് വരും മുമ്പ് MLA-യിലേക്ക് പോകാനാണ് ആഗ്രഹിച്ചത്, പക്ഷെ അദ്ദേഹത്തെ കിട്ടാത്തത് കൊണ്ടാണ്. ഇത് പ്രധാനമല്ലേ? ഇനി എന്തിനാണ് ഒരു അവിശ്വാസം? അല്ല ഞാനത് സൂചിപ്പിച്ചോട്ടെ. എന്നെ താങ്കൾ വിളിച്ചത്, ന്യൂസ് 8 വിളിച്ചത് എനിക്കുള്ള അഭിപ്രായം കൂടി പ്രകടിപ്പിക്കാൻ അവസരം കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ ഞാൻ വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കത്തുള്ളൂ, ഒരുപാട് സമയം എടുക്കത്തില്ല, വളരെ കുറച്ച് സമയം. പക്ഷേ എന്റെ വാചകങ്ങൾ പൂർത്തീകരിക്കാൻ അവസരം തരണം. ഇപ്പൊ അത് ഞാൻ പറഞ്ഞത് എന്താണ്? കേരളത്തിൽ ഒരിടത്തും ഒരു ജാതീയമായിട്ടുള്ള വിവേചനം നിലനിൽക്കുന്നില്ല എന്നാണോ? അല്ല, എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഈ പർട്ടിക്കുലർ ഇഷ്യൂവിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ആവശ്യമുണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ ഈ പറയുന്നത് പോലെ അത്ര ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും വിവേചനം ചെറിയ തോതില്ലെങ്കിലും അവിടെ നിലനിൽക്കുന്നുള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നീട് ആ കോളനിയിൽ താമസിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ്. പട്ടികജാതിക്കാരെ താമസിപ്പിക്കുന്നതിന് വേണ്ടി 10-30 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സ്ഥലം വാങ്ങി, പഞ്ചായത്ത് സ്ഥലം വാങ്ങി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം താമസിപ്പിച്ചൊരു കോളനിയാണ്. പിന്നീട് രണ്ടാമത് ആ കോളനി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി രണ്ടാമത് സ്ഥലം വാങ്ങി പട്ടികജാതിക്കാരല്ലാത്തവരെ കൂടെ താമസിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഏതാണ്ട് 90% വരുന്ന ആളുകൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. അവിടെ ഈ പറയുന്ന ചായക്കടയിൽ ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ ഇത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി ക്ലിയർ കട്ടായി ഒരു അന്വേഷിച്ച് ഉറപ്പാക്കിയതിനു ശേഷം ശ്രീ സോമപ്രസാദ് എം പി താങ്കൾ ഞാൻ മറ്റുള്ളവരിലേക്കൊന്ന് പോകേണ്ടതുകൊണ്ടാണ്. താങ്കൾ അതിലേക്ക് ഇടപെടുമ്പോഴും ഒരു അവിശ്വാസം ബാക്കി വെക്കുന്നുണ്ട്. പക്ഷേ ഒരു മാധ്യമം എന്ന നിലയിൽ ആ വാർത്തയിൽ ആ പ്രദേശത്ത് പോയി ഓരോരുത്തരോടും നിങ്ങൾ ഏതു പാർട്ടിക്കാരാണെന്ന് ചോദിച്ചല്ല അവർ നേരിടുന്ന ഈ വിവേചനത്തെ കുറിച്ച് അവരുടെ അഭിപ്രായം തേടിയത്. അവിടുത്തെ സാധാരണക്കാരായ ദളിതുകളോട് ചോദിച്ച് അവർ തന്നെ പറഞ്ഞതാണ്, പൊതു ടാപ്പിൽ പോലും വിവേചനം, ചായക്കടകളിൽ വിവേചനം. അത് ആ നിലയ്ക്ക് ഇനിയും കൂടുതലായി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ബാധ്യത ഏറ്റെടുക്കേണ്ടത് പൊതുപ്രവർത്തകരാണ്, രാഷ്ട്രീയ നേതാക്കളാണ്, രാഷ്ട്രീയ പാർട്ടികളാണ്, ഭരണകൂടമാണ്. ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾ ഇനിയും കൂടുതൽ തിരക്കിപ്പോയി വന്നു പറയൂ, പഠനം നടത്തൂ എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്. ശ്രീ സണ്ണി കപ്പിക്കാട്, ശ്രീമതി ധന്യ, നിങ്ങൾ രണ്ടുപേരിലേക്കും, ശ്രീ ബാബുവിലേക്ക് എനിക്ക് പോകാനായിട്ടില്ല, സാങ്കേതിക തടസ്സങ്ങളുണ്ട്, MLA കൂടി വേണ്ടതാണ്. ആദ്യം ധന്യയിലേക്ക്. ഈ സോംപ്രസാദ് സാർ പറയുന്നൊന്നും കേട്ട് ആരും വിശ്വസിച്ചേക്കല്ല കേട്ടോ. കഴിഞ്ഞ ഒരു പരിപാടിയിൽ തന്നെ സോംപ്രസാദ് സാറിന് ഒരു പരിപാടിക്ക് വന്നിട്ട് ദളിതരെ മൊത്തം ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അവിടുന്ന് ആളുകൾ എണീച്ച് ബഹളം ഉണ്ടാക്കിയത് സാറ് മറന്നുപോയോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം പറയുന്നതൊന്നും കേരള സമൂഹം കേൾക്കില്ല, കേൾക്കരുത് എന്നുള്ളതാണ്. ഞാൻ ഈ പാലക്കാട് ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിൽ ഇടയ്ക്കിടെ പോകുന്ന ആളാണ്. അവിടുത്തെ വസ്തുതയെപ്പറ്റി എനിക്ക് നന്നായി അറിയാം. ഞാൻ അവിടെ ഒരു കുടിവെള്ള പ്രശ്നം ഉണ്ടായപ്പോഴാണ് പോയത്. അപ്പൊ ഈ കോളനിയിൽ 400 കുടുംബങ്ങളുണ്ട്. 400 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 2 സെന്റ് 3 സെന്റ് കോളനികളിലായിട്ട് ഏകദേശം 2000-ഓളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ്. അതിൽ 400-ൽ 70 കുടുംബങ്ങൾ മാത്രമേ പട്ടികവർഗ വിഭാഗത്തിലുള്ളവരുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ചക്ലിയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പിന്നെ കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുറച്ച് ഒരു 8-10 കുടുംബങ്ങളും അവിടെ ഉണ്ട്. അവിടെ നേരത്തെ മുതലേ തന്നെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. കാരണം ഒരു ഗൗണ്ടർ, തമിഴ്നാടിന്റെ ഒരു ഗൗണ്ടർ നേരത്തെ അവിടെ ഞങ്ങളുടെ ഒരു 13 വയസ്സുള്ള കുഞ്ഞിനെ റേപ്പ് ചെയ്ത് കൊന്നിരുന്നു. അപ്പൊ ആ ഒരു അവസരത്തിൽ തന്നെ ഞങ്ങൾ അവിടെ അത്രയും ശക്തമായ ഒരു ഇടപെടൽ, ആ ഗൗണ്ടറെ രക്ഷിക്കാനായിട്ട് ഒരുപാട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോലും പോകാൻ അവർ അനുവദിക്കാറില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരെ വലിയ മതിൽക്കെട്ടിനകത്ത് ജോലി ചെയ്യാനാണ് കൊണ്ടുപോയിരുന്നത്. അപ്പൊ പിന്നീട് അതിനകത്ത് നിയമ നടപടി ഉണ്ടായപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം തന്നെ കിട്ടാൻ തുടങ്ങിയത്. പാലക്കാട് ഗോവിന്ദാപുരത്തെ പറ്റിയിട്ട് സാറിന് അറിയില്ലെങ്കിൽ സാറ് ദയവ് ചെയ്ത് പറയരുത്, പോയി അന്വേഷിച്ചിട്ട് വാന്നൊന്നും പറയരുത്. നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ വലിയ കമ്മ്യൂണിസ്റ്റ് ആണ്, ഇവിടെ വലിയ സോഷ്യലിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇന്നേ വരെ ഈ 50,000 ചേരികളിൽ നിന്നും പുറമ്പോക്കിടങ്ങളിൽ നിന്നും ഒരു ജാതി കോളനി ഒഴിവാക്കാൻ കഴിയാത്ത രാഷ്ട്രീയമാണ് ഇവിടെ ഉള്ളത്. എന്നിട്ടാണ് ഇവിടെ വന്നിരുന്ന് വമ്പ് പറയുന്നത്. ദളിതന്റെ വിഷയങ്ങൾ അറിയാതെ, ദളിതന്റെ ആ ആനുകൂല്യം പറ്റി നിങ്ങളൊക്കെ ഒരു സ്ഥാനത്തിരിക്കുമ്പം ദളിതരെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പായി കരുതണം എന്നുള്ളത്. അതായത് ധന്യ പറയുന്നത് അവിടെ ഈ പറയുന്ന പോലുള്ള അയിത്തവും തൊട്ടുകൂടായ്മയും അടക്കമുള്ള സർവ്വ അനാചാരങ്ങളും ദളിതുകൾ അനുഭവിക്കുന്നു എന്ന പൂർണ്ണ വിശ്വാസമാണോ? അതിനെയാണോ പിന്താങ്ങുന്നത്?
അവിടെ മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും ഈ വിഷയമുണ്ട്. ഞാൻ 3875 കേസുകളിലാണ് കഴിഞ്ഞ കാലത്ത് അത്ര ഇടപെട്ടത്. കഴിഞ്ഞ ദിവസം തന്നെ ആറ്റിങ്ങലിൽ ഒരു ദളിത് സ്ത്രീയുടെ 4 സെന്റിലെ ഒരു കുടില് പൊളിച്ചു കളഞ്ഞു. തൊട്ട് പുറകിലുള്ള 3 ഏക്കറുള്ള വസ്തുവിന്റെ ഒരു ഉടമ ആ ഭൂമി സൈഡിലൂടെ വഴി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ച് രാത്രി പോയി ഞങ്ങൾ കുടില് തിരിച്ചു കെട്ടി. എന്നിട്ടാണ് ഞങ്ങൾ പോലീസുകാരെ വിളിച്ചത്. സമ്മതിച്ചു. അത് മറ്റൊരു തരത്തിലുള്ള വ്യവഹാരത്തെയും തർക്കത്തെയും കാണാവുന്നതാണ്. ഞാൻ ചോദിച്ചത് തന്നെ ഒറ്റ വാചകത്തിൽ, ഈ അതിർത്തി ഗ്രാമങ്ങൾ കേരളത്തിന്റെ ഈ നവോത്ഥാനത്തെ ഉൾക്കൊള്ളാത്ത അയിത്തത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും വലിയ സ്ഥലങ്ങളാണ് എന്ന വിഷയത്തെ പിന്താങ്ങുന്നയാളാണോ ധന്യ? അവിടെ കൃത്യം അതിർത്തി ഇന്ത്യ എങ്ങനെയാണ്? ഇന്ത്യക്ക് ഇന്ന് വരെ മാറാൻ പറ്റിയിട്ടുണ്ടോ? ഇന്ത്യയുടെ സംസ്കാരം എന്താണ്? ഇപ്പോഴും ദളിതനെ അടിച്ചമർത്തുകയും കൊല്ലുകയും റേപ്പ് ചെയ്യുകയും ഈ ജാതി ആ നിലയ്ക്കുള്ള ഗൗരവവും അത് ഗൗരവത്തെ കുറച്ചുകൊണ്ടല്ല. ശ്രീ സണ്ണി കബിക്കാട്, തീർച്ചയായും ഈ പറയുന്നത് പോലെ ഈ ഗ്രാമനിവാസികളാണ്, ദളിതുകളാണ് സംസാരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമ വാർത്തകൾ പുറത്തു വന്നത്. ഞാൻ ആവർത്തിക്കുന്നു, അത് ഇന്നലെയോ മിനിഞ്ഞാന്നോ പൊട്ടിപ്പുറപ്പെട്ട മാധ്യമ വാർത്തകളുമല്ല. ഏതാണ്ട് ഒരു 10 വർഷം മുമ്പുള്ള ദൃശ്യമാധ്യമ അനുഭവത്തിൽ നിന്നുള്ള വിവരമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അതിനർത്ഥം ഈ ജാതി മേൽക്കോയ്മ അതിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ശക്തമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിവരങ്ങളാണോ ഇത്? ദളിത് കോളനികളുടെ അവസ്ഥ ഗൗരവതരമായ പരിശോധന ആവശ്യപ്പെടുന്നതാണോ? ഇക്കാര്യത്തിൽ ഇത് കേരളത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ സംഭവിക്കുന്ന ഒറ്റപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മളിതിനെ കാണേണ്ടതില്ല. വളരെ കൃത്യമായിട്ട് കേരളീയ സമൂഹം ഇപ്പോഴും ജാതി ബോധത്തിൽ നിന്നും ജാതി വിവേചനത്തിൽ നിന്നും ഇപ്പോഴും മുക്തമല്ല എന്നൊരു വസ്തുത അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാൻ പറ്റൂ. അതല്ല, കേരളത്തിലെ അതിർത്തി ഗ്രാമം ഒഴികെയുള്ള പ്രദേശങ്ങൾ എന്തോ വിമോചിതമായി, ജാതിയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ഒട്ടും വിശ്വാസയോഗ്യമായ കാര്യമല്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഗോവിന്ദാപുരത്ത് അയിത്തത്തിന്റെ വളരെ പ്രത്യക്ഷമായ ചില കാര്യങ്ങൾ, ചില വിവരണങ്ങൾ, ചില സംഭവങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ട്. അതിനെ മുൻനിർത്തിയിട്ട് അവിടെ അത് പരിഹരിക്കാൻ പറ്റും. അവിടെയുള്ള ഗൗഡർമാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഈഴവർക്ക് എന്തോ സാമൂഹികമായ ബോധക്കുറവ് കൊണ്ട് സംഭവിക്കുന്നൊരു കാര്യമാണ് എന്ന നിലക്കല്ല നമ്മളിതിനെ എടുക്കേണ്ടത്. ബേസിക്കായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നീതി ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് ദളിത് സമുദായത്തെ ഇനിയും നമുക്ക് കേരളത്തിന് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ കാണേണ്ടത്. ഒരു പൊതു പൈപ്പിൽ നിന്നും വെള്ളമെടുക്കാൻ അവകാശമില്ലാത്തൊരു ജനതയായി ഇപ്പോഴും ദളിതർ തുടരുന്നു എന്നത് അവിടെ വളരെ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുന്നത് ഭരണ സംവിധാനത്തിലാണ്. ഭരണ സംവിധാനം ഇടപെടുന്നില്ല എന്നതാണ് മുഖ്യമായി നാം കാണേണ്ട ഒരു കാര്യം. കഴിഞ്ഞൊരു 60 വർഷമായി ഭരണ സംവിധാനത്തിന് ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ 50,000 കോളനികൾ ഉണ്ടാവുന്നത്. കോളനി നിവാസികളും വിദ്യാഭ്യാസം കുറവുള്ളവരും സാമ്പത്തിക ശേഷി ഇല്ലാത്തതുമായിട്ടൊരു സമുദായത്തെയാണ് ഇത്ര ഭീകരമായി ആക്രമിക്കുന്നത് നമ്മൾ അറിയണം. അതുകൊണ്ട് ഈ പ്രശ്നം ഗോവിന്ദാപുരത്തെ മനുഷ്യരെ വിളിച്ചു കൂട്ടിയിട്ട് ബോധവൽക്കരിച്ച് പരിഹരിക്കേണ്ട കാര്യമല്ല. മറിച്ച് കേരളത്തിലെ ദളിത് സമുദായത്തിന്, കേരളത്തിലെ പിന്നോക്ക സമുദായത്തിന് നീതി ഉറപ്പാക്കുന്ന ഒരു സംവിധാനത്തിലൂടെ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അയിത്തം എന്നത് സാമൂഹികമായ ഒരു കുറ്റകൃത്യമാണെന്ന് നമ്മൾ അറിയണം. അത് വ്യക്തിപരമായൊരു കാര്യമേ അല്ല, അത് സാമൂഹികമായൊരു കുറ്റകൃത്യമാണ്. ആ സാമൂഹിക കുറ്റകൃത്യത്തിൽ നിന്ന് സമൂഹത്തെ പിന്തിരിപ്പിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായും സർക്കാരിന്, ഗവൺമെന്റിന്റെ, സംവിധാനത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. തീർച്ചയായും കുറ്റവാളി സമൂഹമാണ് അവിടെ നിൽക്കുന്നത്. അവർക്കെതിരെ നിയമ നടപടിക്ക് സാധ്യതയുണ്ട്. ഞാൻ അപ്പോഴും പറയുന്നത് അവിടെ 3-4 പേരെ കുറ്റവാളികളായി പ്രഖ്യാപിച്ചുകൊണ്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ലിത്. മറിച്ച് കേരളീയ സമൂഹം ഇപ്പോഴും ജാതിയിലും ജാതി വിവേചനത്തിലും ജീവിക്കുന്ന ഒരു സമൂഹമാണ് എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. അങ്ങനെ സമീപിക്കാത്തിടത്തോളം അവിടെ പേരാമ്പ്രയിലും ഈ പറഞ്ഞ ഗോവിന്ദാപുരത്തുമുള്ള മനുഷ്യരുടെ എന്തോ ഒരു പിന്നോക്കാവസ്ഥ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന നിലക്കും നമ്മളൊക്കെ എന്തോ മാന്യന്മാരാണ് എന്ന നിലക്കുമുള്ള ചില നിഗമനങ്ങളായിരിക്കും നടക്കുക. ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലാരും ജാതിയുടെ കാര്യത്തിൽ അത്ര മാന്യന്മാരൊന്നും അല്ല എന്നാണ് ഗോവിന്ദാപുരം തറപ്പിച്ച് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് അഴിച്ചു പണിയാന്ന് പറഞ്ഞാൽ ഗോവിന്ദാപുരംകാർ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ജാതിയുടെ കാര്യത്തിൽ, ജാതി വിവേചനത്തിന്റെ കാര്യത്തിൽ ഒരു അഴിച്ചുപണിക്ക് തയ്യാറാവുക എന്നത് തന്നെയാണ് ഗോവിന്ദാപുരം മുന്നോട്ട് വെക്കുന്ന ഒരു സൂചന. അതിൽ ഗവൺമെന്റ് വളരെ കൃത്യമായും ഒരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അവരുടെ
നയപരമായ തീരുമാനങ്ങളിലൂടെ കാർഷിക മേഖലയിലെ, വ്യാവസായിക മേഖലയിലെ, വിദ്യാഭ്യാസ മേഖലയിലെ നയപരമായ തീരുമാനങ്ങളിലൂടെ പുറത്താക്കപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പ്രശ്നമാണത്. അങ്ങനെയാണത് ചർച്ച ചെയ്യേണ്ടത്. തീർച്ചയായും ആ നിലയിലുള്ള ഒരു വീണ്ടെടുക്കൽ ഉണ്ടാകണം. ശ്രീ സണ്ണി കപ്പിക്കാട്, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ നെന്മാറ MLA ശ്രീ കെ ബാബു വീണ്ടും നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാബു, ഈ പ്രദേശങ്ങളിൽ ശക്തമായ ജാതി വിവേചനം നിലനിൽക്കുകയാണ്. ഉദാഹരണ സഹിതം, വിവരങ്ങൾ സഹിതം പുറത്തു വരുമ്പോൾ MLA എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? ഇവിടെ ഗോവിന്ദാപുരത്തുണ്ടായത് ഒരു വലിയ തോതിൽ ജാതി വിവേചനത്തിൻ്റെതായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല. കാരണം അവിടെ ഉണ്ടായിരുന്നത് ജാതീയമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഈഴുവ ജാതിയിൽപ്പെട്ട കൃഷ്ണദാസ് എന്ന് പറയുന്ന പയ്യൻ പ്രണയിക്കുകയായിരുന്നു കഴിഞ്ഞ 2 വർഷമായി. അത് 24-ാം തീയതി തലേ ദിവസം അവർ അവിടെ നിന്നും പോയി. 25-ാം തീയതി വന്നു. ആ ദിവസം അവിടെ 25-ാം തീയതി വന്നപ്പോൾ ഈ പയ്യൻ മറ്റു കുട്ടികളുമായിട്ട് അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഈ ശിവരാജൻ എന്ന് പറയുന്ന കക്ഷിയുടെ നേതൃത്വത്തിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിന്റെ ഒരു രോഷപ്രകടനം നടത്തി അവനെ തല്ലുകയാണ് ചെയ്തത്. ആ തല്ലിനു ശേഷം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ചില കുട്ടികൾ അതിനെ ചോദ്യം ചെയ്തു, അവരെയും തല്ലി. അത് കഴിഞ്ഞ് രാത്രി അവരുടെ വീടുകളിൽ പോയി വലിയ തോതിലുള്ള ഭീഷണിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ വിഷയം പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് രാത്രി 12-1 മണി വരെ സംസാരിച്ചു. അപ്പോഴാണ് ആ കുട്ടി തുറന്നു പറയുന്നത്, എന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന കുട്ടി തന്നെയാണ് തുറന്നു പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്, ഭയപ്പാടുകൊണ്ടാണെന്ന്. അവസാനം പോലീസിന്റെ നേതൃത്വത്തിൽ പിറ്റേ ദിവസം സംസാരിച്ചത് 27-ാം തീയതി കാമ്പ്രത്തിച്ചുള്ള ഗണപതി കോവിലിൽ വെച്ച് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെയാണ് CPIM-ന്റെയും നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് വിവാഹം ചെയ്തത്. ആ ഒരു ഇഷ്യൂവിനെയാണ് ഇപ്പൊ മറ്റു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ആ ഭാഗത്തുണ്ടായ പ്രശ്നം എന്ന നിലയിൽ കാണുന്നത്. അവിടെ പട്ടികവർഗത്തിൽപ്പെട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ ചോദിച്ചതും നമ്മൾ സംസാരിച്ചതും ശ്രീബാബു നമ്മൾ സംസാരിച്ചതിൽ നിന്നും ഭിന്നമായ അവിടെ ഒരുപക്ഷെ തീർച്ചയായും ഇത്തരം വിവരങ്ങൾ പുറത്തു വരാൻ പ്രാദേശികമായ താല്പര്യങ്ങളും പ്രാദേശികമായ ഇടപെടലുകളും ഒക്കെ ഉണ്ടാകും. അതാരും തള്ളിപ്പറയുന്നില്ല. പക്ഷെ അതിലൂടെ പുറത്തു വന്ന വിവരങ്ങളെ ഗൗരവമായി കാണരുത് എന്ന് താങ്കളെപ്പോലെ ഒരാൾ എങ്ങനെയാണ് പറയുന്നത്? അവിടെ പൊതു ടാപ്പിൽ ചക്കലിയ സമുദായക്കാർക്ക് വിലക്കുണ്ടോ? അവർക്കായി പ്രത്യേക ടാപ്പ് മാറ്റിവെച്ചിട്ടുണ്ടോ? അതും ഈ കേരളത്തിലാണെന്ന് നമ്മൾ ആലോചിക്കണം. ഈ ജാതീയമായ വിവേചനം രണ്ട് ചായക്കടകൾ, അതിൽ ഒരു ചായക്കടയിൽ മാത്രമേ കൗണ്ടർമാർ ചെല്ലുകയുള്ളൂ. അവിടെ അടക്കം കൗണ്ടർമാർക്ക് സ്റ്റീൽ ഗ്ലാസും മറ്റുള്ളവർക്ക് കുപ്പി ഗ്ലാസും, കുറെ നാളുകൾക്ക് മുമ്പ് ചിരട്ടയായിരുന്നു എന്ന് പറയുന്നത് പോലുള്ള വിവരങ്ങൾ വലിയ തെറ്റാണെങ്കിൽ താങ്കൾ പറഞ്ഞാൽ കുറെ കൂടി ആളുകൾ വിശ്വസിക്കും. കാരണം താങ്കൾ ആ നാട്ടുകാരനും അവരുടെ MLA-യുമാണ്. തീർച്ചയായും അത്തരത്തിലുള്ള ജാതി വിവേചനം ഉണ്ടെങ്കിൽ അതൊരിക്കലും അവിടെ അനുവദിക്കില്ല. ഉണ്ടോ എന്നാണ് ചോദ്യം. ശ്രീ ബാബു, താങ്കൾ അവരുടെ MLA ആണ്. ഉണ്ട് എങ്കിൽ എന്ന് താങ്കൾ പറയുന്നതിൽ തന്നെ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. ദയവായി നേരിട്ടതിലേക്ക് പ്ലീസ്. 4 ടാപ്പുകൾ വെച്ചിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ നേരിട്ട് പറയാം, അതില് ആ കിയോസ്കുകൾ സ്ഥാപിച്ചതിൽ നിന്നും വെള്ളമെടുക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പത്തിലും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് 4 ടാപ്പുകൾ വീതം വെച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണം അവർക്കെന്നും 2 എണ്ണം ഇവർക്കെന്നല്ല. അവിടെ 2 കിയോസ്കുകൾ സർക്കാരിന്റെ വകയും അതുപോലെ തന്നെ ഒരു സ്വകാര്യ വ്യക്തി 2 ടാങ്കുകൾ കൊണ്ടുവച്ചും വെള്ളം കൊടുക്കുന്നുണ്ട്. അതിൽ എല്ലാവരും വെള്ളം പിടിക്കുന്നുണ്ട്, എല്ലാവർക്കും വെള്ളം കിട്ടുന്നുണ്ട്. അതിന് 2 പൊതു ടാപ്പുകൾ എന്ന നിലയിൽ ഉപയോഗിക്കുമ്പോൾ എന്തിനാണ് ശ്രീ ബൽറാം നിങ്ങൾ പോയി ഈ വലിയ സീനൊക്കെ ഉണ്ടാക്കി മിശ്രഭോജനമൊക്കെ നടത്തിയത്? അവിടെ അങ്ങനെ ഇല്ല എന്ന് സ്ഥലം MLA പറഞ്ഞാൽ വിശ്വസിച്ചേ തീരൂ. ശ്രീ ബൽറാം, ഇവിടെ സ്ഥലം MLA-യുടെയും നേരത്തെ ഇടതുപക്ഷത്തിന്റെ MP-യുടെയും വാക്കുകൾ നമ്മൾ കേട്ടു. എത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളെ, ജാതി വിവേചനങ്ങളെ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ പരസ്യമായി തള്ളിക്കളയുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ, വേഗം പൂർത്തിയാക്കൂ. ഞാനാണോ സംസാരിക്കുന്നത്? അതെ, ശ്രീ ബൽറാം താങ്കൾ തന്നെ. തീർച്ചയായിട്ടും. ബാബുവിലേക്ക് വരാം. ശ്രീ ബൽറാമിന് അക്കമിട്ട് നിരത്തി ഖണ്ഡിക്കാൻ വാദങ്ങളുണ്ടോ? സ്ഥലം MLA പറഞ്ഞതിനെ അക്കമിട്ട് നിരത്തി ഖണ്ഡിക്കാൻ ശ്രീ ബൽറാമിന് വാദമുണ്ടോ? ആദ്യം ശ്രീ ബൽറാം. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും സ്ഥലം MLA ഇവിടെ പറഞ്ഞു അദ്ദേഹം ഇതുവരെ അവിടെ പോയിട്ട് നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത്. ഞാൻ അവിടെ ചെന്നപ്പോഴും അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ അവിടെ നേരിട്ട് കണ്ടതാണ്. അവിടെ 4 ടാപ്പ് ഇല്ല, 2 ടാപ്പ് തന്നെയുള്ളൂ. അവിടെയുള്ള സ്ത്രീകൾ, നിങ്ങളുടെ തന്നെ വിഷ്വലിൽ കാണുന്നതാണ്, അവിടെയുള്ള സ്ത്രീകൾ അടക്കം പറയുന്നത് ഈ ടാപ്പാണ് ഞങ്ങളുടേത്, ഈ ടാപ്പ് മേൽജാതിക്കാരുടേതാണ് എന്ന് കൃത്യമായി പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അതാ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ട ആ ടാപ്പിൽ നിന്ന് നിങ്ങൾ വെള്ളം പിടിക്ക്, ആരാണ് ഇവിടെ തടുക്കുന്നതെന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ജാതി വിലക്കിനെ ലംഘിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ നൽകാൻ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നിർബന്ധിതമാക്കപ്പെടേണ്ട സാഹചര്യം കടന്നു വന്നത് ഇത് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ കണ്ണടച്ച് ഇരുട്ടാക്കി ഇത് മുഴുവൻ ഇല്ലാത്തതാണ് അല്ലെങ്കിൽ ഇത് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ആയിട്ട് പെരുപ്പിക്കുന്നതാണ് എന്ന് പറയുന്ന ഈ സമീപനമാണ് ഏറ്റവും പ്രശ്നം. ഇതിനാണ് മറുപടി. ശ്രീ കെ ബാബു, എന്താണ് മറുപടി? എന്താണ് മറുപടി? ജാതി വിവേചനം സ്പഷ്ടമാണ്. ഏറ്റവും ആദ്യം ബൽറാം വരാം. ജാതി വിവേചനം അതൊരു യാഥാർത്ഥ്യമാണ്, അത് നേരിൽ കണ്ട മറ്റൊരു MLA പറയുന്നു. ഇതിനുള്ള മറുപടി അല്ല, ഞാൻ എന്റെ മറുപടി പറയാം. അതില് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ അവിടെ വരാൻ പ്രേരിപ്പിച്ചത് ശിവരാജൻ എന്ന് പറയുന്ന ഇവരുടെ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. ഈ ശിവരാജന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് സമ്മതിച്ചു. വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ചർച്ച. വന്നപ്പോൾ കണ്ട കാഴ്ചകളുടെ പ്രാധാന്യമാണ് വലുത്. അവിടെ ആരെങ്കിലും പ്രേമിച്ചോ, അതിന്റെ പേരിൽ 2 കൂട്ടർ തമ്മിത്തല്ലിയോ, അതിന്റെ പേരിൽ വാർത്തയുണ്ടാക്കാൻ ആരെങ്കിലും ഇറങ്ങിയോ എന്നുള്ളതല്ല ശ്രീ ബാബു. അതിലൂടെ ജാതി വിവേചനം എന്ന ഗൗരവമായ പ്രശ്നത്തെയാണ് സമീപിക്കുന്നത്. ബലറാമിനെ അവിടെ ക്ഷണിച്ചു വരുത്തിയത് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനപ്പുറത്ത് രാഷ്ട്രീയപരമായി ഇടപെടാൻ വേണ്ടിയാണ്. ബൽറാം അവിടെ പോയത് കൊണ്ടുമല്ല ഈ ചർച്ച. ബൽറാം അവിടെ പോയത് കൊണ്ടുമല്ല. കഴിഞ്ഞ ദിവസങ്ങളായി കേരളത്തിലെ പല മാധ്യമങ്ങളും ശ്രീ ബാബു ഇത് ചർച്ച ചെയ്യുന്നു, വാർത്തയാക്കുന്നു. ജാതി വിവേചനം അവിടെ ഉണ്ടോ? പൊതു ടാപ്പിൽ ഒരു ജാതിക്ക് ഒരു ടാപ്പ്, മറ്റേ ജാതിക്ക് മറ്റൊരു ടാപ്പ് ഉണ്ട്. ഞാൻ പറയാം, ആ ജാതി വിവേചനത്തെ കുറിച്ച് ചർച്ച ചെയ്യൂ. ഞാൻ പറയാം, ആ വാർത്ത 27-ാം തീയതി ആ കുട്ടികളുടെ കല്യാണം കഴിയുന്നത് വരെ വാർത്തയുണ്ടായിരുന്നില്ല. നിങ്ങൾ അതിൽ തൂങ്ങി നിൽക്കരുത്. ഒരു നാട്ടിൽ പിന്നോക്കക്കാരന് ജാതി വിവേചനമുണ്ടോ, അയിത്തമുണ്ടോ? ഞാൻ ആ ചോദ്യത്തിൽ മാത്രം നിൽക്കുകയാണ്. ഗോവിന്ദാപുരത്ത് ശ്രീ MLA ശ്രീ ബാബു, താങ്കളുടെ മണ്ഡലത്തിലെ ഈ പ്രദേശത്തെ അംബേദ്കർ കോളനിയിൽ ജാതി വിവേചനമുണ്ടോ, അയിത്തമുണ്ടോ? ചോദ്യം അത്രേ ഉള്ളൂ. അവിടെ കല്യാണം കഴിക്കുവോ, അത് നിങ്ങൾ രമ്യതയിലാക്കുവോ ഒക്കെ നിങ്ങൾ ചെയ്തോളൂ, അതൊക്കെ നിങ്ങൾ ഭംഗിയായി ചെയ്യുന്നുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി പ്രശ്നത്തെ ഗൗരവത്തിലാക്കരുതെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അയിത്ത വിവേചനം ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. ഇന്ന് നിലനിൽക്കുന്ന സൗഹാർദ്ദം, ഇന്ന് നിലനിൽക്കുന്ന ആ കോളനി എന്ന് പറയുന്നത് 8 ഏക്കർ ഭൂമി വാങ്ങിച്ച് പട്ടികവർഗക്കാർക്കും പിന്നീട് 996 ആ ചരിത്രമല്ല, ഇതിലേക്കാണ് ശ്രീ ബാബു ജാതി വിവേചനം എന്ന് പറയുന്ന 2 പ്രശ്നം. ഞാൻ ഒന്നും കൂടുതലായി ചോദിക്കുന്നില്ല. ചായക്കടയിൽ 2 നീതി, പൊതു ടാപ്പിൽ 2 നീതി, അതുണ്ടോ? യഥാർത്ഥത്തിൽ പൊതുട്ടാപ്പിൽ 2 നീതിയില്ല. ചായക്കടയിൽ 2 നീതി എന്ന് പറഞ്ഞാൽ ചില ചായക്കടകളിൽ ചില ആളുകൾ ചായ കുടിക്കാൻ പോകില്ല, പോകുന്ന ആളുകൾക്ക് ചായ കൊടുക്കില്ല എന്ന് നിഷേധിച്ചിട്ടില്ല. അവിടെ പോകണ്ടേ? MLA നിങ്ങളുടെ സ്വന്തം മണ്ഡലമാണ്. നിങ്ങൾ അവിടെ MLA ആയിട്ട് എത്ര കാലമായി? നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഗോവിന്ദാപുരം കോളനി നിങ്ങളൊന്ന് സന്ദർശിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. എത്ര ടാപ്പ് ആരെങ്കിലും പറയുന്ന പ്രേമകഥയല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് കേൾക്കണം. നിങ്ങൾ ഇവിടുത്തെ വലിയ സോഷ്യലിസവും കമ്മ്യൂണിസവും കൊണ്ടുവന്നവരാണ്. അല്ല, ആരാതിപ്പോ പറയുന്നത്? ഒരു പ്രാവശ്യം സന്ദർശിച്ചെന്നോ? അവിടെ നിരവധി തവണ പോയിട്ടുള്ള 10 വർഷമായി ആ കോളനിയിലേക്ക് അവിടുത്തെ പഞ്ചായത്ത് അവിടെ ചോർന്നൊലിക്കുന്ന വീടുകളിൽ അമ്മമാര് കുഞ്ഞുങ്ങളെയും കൊണ്ട് കഴിയുന്നുണ്ട്. ഒരു വീടിന് റിപ്പയർ ചെയ്യാൻ പോലും പൈസ ഇന്നവരെ പഞ്ചായത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഏത് വിഷയത്തിലാണ് അവിടുത്തെ ആ കോളനിയിൽ ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഈ വികസനത്തിന്റെ സാമൂഹ്യ പ്രശ്നങ്ങളും അവിടെ നിൽക്കുമ്പോഴും ശ്രീ സമപ്രസാദ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലായിക്കോളൂ. ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെയുള്ള ആളുകൾക്ക് റിപ്പയർ ചെയ്യാനല്ല ആവശ്യം. തീർച്ചയായും അതിലും പിടിക്കുന്നില്ല, സമ്മതിച്ചു. അതൊക്കെ ആ സാമൂഹ്യക്ഷേമത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ വേറെ ചർച്ച ചെയ്യാവുന്നതാണ്. സോമപ്രസാദ് 2 വിഷയങ്ങളേ ഉള്ളൂ. അയിത്തം, ജാതീയമായ മേൽക്കോയ്മയുടെ പീഡനം ദളിതുകൾ അനുഭവിക്കുന്നുണ്ടോ? അവിടെ ഉണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. പക്ഷേ MLA പോലും അതിനെ സമീപിക്കുന്ന രീതി തുറന്ന സമീപനമല്ല. ശ്രീ സോമപ്രസാദ്, അല്ല, ഇതെനിക്ക് 2 കാര്യം ചോദിക്കാനുള്ളൂ. ഒന്ന്, ഈ ധന്യാരാമിനെ
ഈ പ്രശ്നത്തിൽ അവരുടെ അഭിപ്രായം പറയാനാണോ നമ്മൾ വിളിച്ചത്, അതോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നെയും MLA പറയാനാണോ? ഒരു സെക്കൻഡ്, ഞാൻ എന്താണെന്ന് അതോടൊപ്പം ബന്ധപ്പെട്ട് ഒരു വിഷയം, ഞങ്ങൾ ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയും ആ മീറ്റിംഗിനെ സംബന്ധിച്ച് വളരെ തെറ്റായിട്ടുള്ളൊരു വിവരം ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തെറ്റായിട്ടുള്ള വിവരം കിട്ടുന്ന തരത്തിലാണ് അവർ പറഞ്ഞത്. അവിടെ 100-400 പേര് പങ്കെടുത്ത ഒരു പുസ്തക പ്രകാശന ചടങ്ങായിരുന്നു. കേരളത്തിലെ ഭൂപരിഷ്കരണത്തെ സംബന്ധിച്ച് ഇതുവരെ വന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് ഇനി വരേണ്ട മാറ്റത്തെ സംബന്ധിച്ചാണ് ഉദ്ഘാടന പ്രസംഗം എന്നുള്ള നിലയിൽ ഞാൻ സംസാരിച്ചത്. അത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ 2, 3, 4 പേര് അത് എഴുന്നേറ്റ് ഇഷ്ടപ്പെടാത്ത ആളുകൾ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം കൊണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ ഞാൻ അതിനെതിരായിട്ട് ഒരു ഒറ്റ അക്ഷരം പോലും പറഞ്ഞില്ല. അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഈ പ്രശ്നത്തിലേക്ക് നമുക്ക് സോമപ്രസാദ് 2 വിഷയം മാത്രം മതി, വേറൊന്നും വേണ്ട. ഈ കോളനി ഇപ്പോഴും തൊട്ടുകൂടായ്മ അത് പ്രകടമാണ്. അവിടെ ഈ കോളനിയിൽ ഇപ്പോഴും അയിത്തം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതെ, ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനത് സൂചിപ്പിച്ചോട്ടെ. അവിടെ അയിത്തം നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ കോളനിയിൽ പോയില്ല, ആ കോളനി സന്ദർശിച്ചില്ല. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സാധാരണ ഞാൻ പോവാറുണ്ട്, ആ കാര്യങ്ങൾ കാണാറുണ്ട്. ഇതിപ്പോ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഇന്നാണ്. അതിനുശേഷം അവിടെ പോയി എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കാം. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ എനിക്കതുവഴി കിട്ടിയ വിവരം, ഇവിടെ പറയുന്ന ബലറാം പറയുന്നത് ശരിയല്ല. കഴിഞ്ഞ ഈ ശിവരാജൻ എന്ന് പറയുന്ന ഞാൻ ഏതായാലും ശിവരാജനിലേക്കും അവിടുത്തെ പ്രേമ കല്യാണത്തെ കുറിച്ചും അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, അതിലും ഗൗരവതരമായ വിഷയമാണ് ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിലും പുറത്തു വരുന്നത്. ഒരു ദളിത് കോളനിയിൽ അയിത്തമുണ്ടോ, തൊട്ടുകൂടായ്മയുണ്ടോ, ജാതി മേൽക്കോയ്മ ഇപ്പോഴും അവശേഷിക്കുകയാണ്. അത്ര മാത്രമേ അതിൽ ചോദ്യമുള്ളൂ. അതിനെ അയിത്തമുണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ പിന്നോക്ക ജാതിക്കാരായ ഒരാളുമായി കല്യാണം കഴിക്കോ? അതല്ല വിഷയം. റൈറ്റ്, ഞാൻ വരാം. ഒരു ചെറിയ ഇടവേള. ഒരു കല്യാണം കൊണ്ടോ ഒരു പ്രാദേശികമായ സംഘർഷത്തിനോ അപ്പുറത്തുള്ള അയിത്തം ആ പ്രദേശത്ത് അടങ്ങി നിലനിൽക്കുന്നോ കേരളത്തിൽ എന്നുള്ളത് തന്നെയാണ്. സർ, പന്തി ഭോജനത്തിന്റെ 100ാം വർഷം ആഘോഷിച്ച അതേ മാസമാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. കാണണം. ഞാൻ വരാം, അതിലേക്ക് വരാം. സണ്ണി കപ്പിക്കാട്, നേരത്തെ ഭരണകൂടത്തിന്റെ മനോഭാവം മാറ്റം ഏതു വഴിക്കാണ് ദളിതുകളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്? ജാതീയമായ വല്ലാത്ത ഒരു ഇടപെടൽ കേരളമാകെയുള്ള കോളനികളിലും കേരളീയ സമൂഹത്തിലും ഉണ്ട് എന്ന് വാദിക്കുമ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ പ്രദേശത്തെ MLAയും ദളിതുകൾക്കിടയിൽ അവരുടെ ക്ഷേമത്തിനടക്കം പ്രവർത്തിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ സോമപ്രസാദ് MP. അദ്ദേഹം അടക്കമുള്ളവർ വിശദീകരിക്കുന്നതിൽ ഒരു തുറന്ന സമീപനം യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇനിയും നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടാവേണ്ടതാണ്. പ്രധാനമായും അയിത്തം എന്ന ഒരു വലിയ അനാചാരം ഇന്നും പ്രകടമായി തന്നെ, താങ്കൾ പറഞ്ഞ പ്രത്യക്ഷമായി അവിടെ കണ്ടെത്താനാകുന്നു. അവരെ തിരുത്തിയത് കൊണ്ട് മാത്രമാവില്ല, അവരെ തിരുത്താൻ വേണ്ടിയുമല്ല. പക്ഷേ അത് അംഗീകരിച്ചാൽ മാത്രമേ അതിനെ തിരുത്താനുള്ള നടപടികളിലേക്ക് പോകാനാകൂ. പക്ഷേ അത്ര ഗൗരവമായി എടുക്കരുത്. അതിന് വേറെ ചില കാര്യങ്ങളുണ്ട്. അവിടെ ഒരു പ്രേമം ഉണ്ടായി, അത് സെറ്റിൽമെന്റ് ഉണ്ടായി, അതിന്റെ ചില കശപിശകൾ ഉണ്ടായി എന്ന നിലയിലെ പതിവ് വർത്തമാനങ്ങളിലൂടെ അയിത്തമെന്ന അനാചാരത്തിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണത്തെ ചൂണ്ടിക്കാട്ടുമ്പോഴും വിശദീകരിക്കാൻ ശ്രമിച്ചാൽ താങ്കൾ പറഞ്ഞതുപോലെ ഉദാത്തമായ ഒരു തിരുത്തലും മാറ്റവും പ്രതീക്ഷയുണ്ടോ? ഇക്കാര്യത്തിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ സ്ഥലം MLAയും ബഹുമാനപ്പെട്ട MP സോമപ്രസാദും വളരെ കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നത് അവിടെ അങ്ങനെ ഒരു കാര്യമില്ല എന്ന് സ്ഥാപിക്കാനാണ്. ഇവരാരെ ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ പരിശ്രമിക്കുന്നത്? എനിക്ക് വളരെ ലജ്ജാകരമായിട്ടാണ് കാര്യങ്ങൾ തോന്നുന്നത്. യഥാർത്ഥത്തിൽ മുഴുവൻ മലയാളികളും ലജ്ജിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു ഗ്രാമത്തിൽ, കേരളത്തിലെ അകത്തുള്ള ഒരു ഗ്രാമത്തിൽ പരസ്യമായ ജാതി വിവേചനം നിലനിൽക്കുന്നു എന്നത് മുഴുവൻ മലയാളികൾ ലജ്ജിപ്പിക്കേണ്ട കാര്യമാണ്. അതിന് പകരം അവിടുത്തെ ജനപ്രതിനിധി പോലും അവിടെ അങ്ങനെയല്ല, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നത്, കോൺഗ്രസ്സുകാരാണ് പ്രശ്നക്കാരെന്നുള്ള നിലയിലൊക്കെ പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന യാതൊരു സ്ഥിതിയും ഇപ്പോൾ കേരളത്തിലില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവരിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കോൺഗ്രസ്സുകാർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ജാതിയാണെന്ന്. ഇങ്ങനെയും നല്ല കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അവിടെ വിവേചനം നടക്കുന്നുണ്ട്. 10 വർഷത്തിന് മുൻപേ അവിടെ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുകയും റിപ്പോർട്ട് പുറത്തു വരികയും ആൾക്കാരത് പോയി അന്വേഷിക്കുകയും ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തോടൊരു തുറന്ന സമീപനം നിങ്ങൾ എടുക്കാത്തിടത്തോളം ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ദയവായി ഇവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ആകെ കൂടി ആദ്യമേ തന്നെ അംഗീകരിക്കേണ്ട ഒരു കാര്യം അവിടെ ഇങ്ങനൊരു വിവേചനം നിലനിൽക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ വിവേചനം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ
നിയമപരമായും ഭരണപരമായും നടപടിക്ക് സാധ്യതയുണ്ട്. MLA എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? സ്വന്തം മണ്ഡലത്തിൽ ഒരു ചായക്കടയിൽ ഒരു വിഭാഗത്തെ ജാതീയമായ കാരണങ്ങൾ പ്രവേശിക്കുന്നില്ല എന്ന് കൃത്യമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു നിയമ നടപടി സ്വീകരിക്കാത്തത്? ചെയ്യാമല്ലോ. ആരാ തടസ്സം നിൽക്കുന്നത്? ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അങ്ങനെ അവിടെ നടക്കുന്നില്ല എന്ന് കേരളത്തിലെ വിശ്വസിപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം. ശ്രീ ബാബു എന്താണ് മറുപടി? ശ്രീ ബാബു MLA എന്താണ് മറുപടി? മിശ്രഭോജന 100ാം വാർഷികം ആഘോഷിക്കുകയും ഞാൻ വരാം. ശ്രീ സണ്ണി കപ്പിക്കാട് വരാം. ശ്രീ കെ ബാബു MLA എന്താണ് മറുപടി? അല്ല, അദ്ദേഹം ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, 10 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ല, 10 വർഷത്തിനിടയിലുണ്ടായ മാറ്റത്തെ ഉൾക്കൊള്ളാൻ അദ്ദേഹം ആദ്യം തയ്യാറാവണം. പിന്നെ ഇത്തരത്തിലൊരു ചായക്കട അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഭരണപരമായിട്ടല്ല വ്യക്തിപരമായിട്ട് പോയി. വിഷയത്തിലേക്ക് വരൂ ശ്രീ ബാബു MLA. എന്തിനാണ് ഇങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം ചോദിച്ചത് വ്യക്തമാണല്ലോ ശ്രീ ബാബു. നിങ്ങൾ ഒരു വർഷം അധികാരത്തിലേറിയ പിണറായി സർക്കാരിന്റെ സൃഷ്ടിയല്ല ഈ അയിത്തം, ഈ തൊട്ടുകൂടായ്മ. പിന്നെ ഇത് സാമൂഹികമായൊരു വിപത്താണെന്ന് തിരിച്ചറിയാൻ പോലും, അങ്ങനെ പോലും അംഗീകരിക്കാൻ സമ്മതിക്കാത്ത വിധം എന്തിനാണ് അവിടെ അങ്ങനെ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കുറച്ചുകൂടി ചരിത്രത്തിലേക്ക് പോയാൽ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു അവർ സൃഷ്ടിച്ച സാമൂഹിക നവോത്ഥാനത്തിന്റെ തുടർച്ച അവകാശപ്പെടുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്. അതിന്റെ പിന്മുറക്കാരായ നിങ്ങൾ അവിടെ അങ്ങനെ ഒരു അയിത്തം ഉണ്ട് എങ്കിൽ അത് ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്നു, ഞങ്ങൾ അതിൽ ഇടപെടുന്നു എന്ന് പറയാൻ പോലും കഴിയുന്ന സണ്ണി കപ്പിക്കാടിനെ പോലെയുള്ളവർ വിമർശിക്കുന്നു. നിങ്ങൾ ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ബാബു, അല്ല, അതിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. അവിടെ ഞാൻ പറയുന്നത് ഈ സംഭവം നടന്നത് ജാതിയിൽ പിന്നോക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ പ്രശ്നം കഴിഞ്ഞ 27 പിന്നീട് ഉയർത്തിക്കൊണ്ടുവരുന്നത് 3 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ഇതുവരെ ഉയർത്തിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത്തരത്തിൽ ജാതി വിവേചനം കാണിക്കാൻ അവിടെ ആര് ശ്രമിച്ചാലും അതിനെ ഒറ്റപ്പെടുത്തും. ഒരു മടിയുമില്ലാതെ പറയാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. വിഷയത്തിലേക്ക് പോലും പോകാനാകാത്തവണ്ണം ഈ പ്രശ്നത്തിൽ തട്ടി ഉറച്ചു നിൽക്കുകയാണല്ലോ വിഷയം. MLA പറഞ്ഞ വാദങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ ആവർത്തിക്കാനുണ്ടെങ്കിൽ ശ്രീ ബൽറാമിന് അതൊക്കെ വെറുതെ. ബലറാം, ഒരു കാര്യം മനസ്സിലാക്ക്, അനാവശ്യമായി വന്ന് ഇടപെടുന്നത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 35ഓളം വരുന്ന കോൺഗ്രസ് BJP-യിൽപ്പെട്ട ചെറുപ്പക്കാർ ഇപ്പൊ ഞങ്ങളോട് വന്നു. അതിന്റെ ചൊറുക്ക് തീർക്കാനുണ്ടാക്കിയ പ്രശ്നമാണിത്. അതെന്താ കാണാത്ത? ശ്രീ ബൽറാം, പേര് പറയണോ? ഓരോരുത്തരുടെ പേര് ഞാൻ പറയണോ? അതിൽ ഒരു താല്പര്യവും അതിലില്ല. ആ രാഷ്ട്രീയം നിങ്ങൾ അതിന്റെ ഗുണഭോക്താക്കൾ ആര് വേണമെങ്കിലും ആയിക്കൊള്ളൂ. പക്ഷേ ശ്രീ ബൽറാം, കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു കോളനിയെ മുൻനിർത്തി വളരെ പ്രത്യക്ഷമായി അയിത്തം നിലനിൽക്കുന്നു, തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന പ്രത്യക്ഷ ഉദാഹരണമായി അവിടെ നിൽക്കുകയാണോ? MLA പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ എന്നാണോ വിശ്വസിക്കുന്നത്? ശ്രീ ബാബുവിന്റെ വാദം അങ്ങേയറ്റ അപഹാസ്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തിന്റെ വാദം എത്രത്തോളം അപഹാസ്യമാണെന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നത് ഈ വാർത്ത കേട്ടിട്ട് തന്നെയാണ്. എന്റെ പാർട്ടിക്കാരും ഈ പറഞ്ഞ ശിവരാജനും വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, കഴിഞ്ഞ 4-5 ദിവസമായി വിവിധ ചാനലുകളും സോഷ്യൽ മീഡിയയും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായി ഞാനടക്കമുള്ള മുഴുവൻ പൊതുപ്രവർത്തകർക്കും അതെന്താണ് എന്ന് അന്വേഷിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ ശ്രീ ബാബു പറഞ്ഞതുപോലുള്ള സാഹചര്യങ്ങളല്ല എനിക്കവിടെ കാണാൻ സാധിച്ചത്. നിങ്ങളുടെ തന്നെ വിഷ്വലിൽ കണ്ടതുപോലെ നിരവധിയായിട്ടുള്ള ആളുകൾ വളരെ പരസ്യമായിട്ടുള്ള ജാതി വിവേചനത്തിനെ കുറിച്ചുള്ള പരാതികളാണ് അവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. ശ്രീ ബാബുവിന്റെയും ശ്രീ സോമപ്രസാദിന്റെയും ഒക്കെ ഇവിടുത്തെ ഇടതുപക്ഷം സ്ഥിരമായി ഉന്നയിച്ചു പോരുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. ഒരു ഭാഗത്ത് ഇവിടുത്തെ ദളിത് മുന്നേറ്റങ്ങളുടെ, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ മുഴുവൻ കർത്തൃത്വം അവർ ഏറ്റെടുക്കുകയാണ്. ഞങ്ങളാണ് ഇവർക്ക് ഭൂമി നൽകിയത്, ഞങ്ങളാണ് ഇവർക്ക് കൂലി നൽകിയത്, ഞങ്ങളാണ് ഇവർക്ക് നിവർന്നു നിൽക്കാനുള്ള കരുത്ത് നൽകിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഭാഗമായി ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക്
ഉണ്ടായ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ മുഴുവൻ കർത്തൃത്വവും അവരിൽ നിന്ന് കവർന്നെടുത്ത് ആ മുഴുവൻ ചരിത്രത്തെയും റദ്ദ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഏജൻസി ആ യാഥാർത്ഥ്യങ്ങളെ ഈ നേതാക്കൾ വിസ്മരിച്ചുകൊണ്ടാണോ ഇടപെടുന്നതാണ് ഞാൻ താങ്കൾക്കടക്കം അതാ പറഞ്ഞു ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ വളച്ചൊടിക്കേണ്ട താങ്കൾക്കടക്കമുള്ള ആ തെറ്റിദ്ധാരണയാണ് താങ്കൾക്കടക്കമുള്ള ആ യാഥാർത്ഥ്യത്തെ ആ തെറ്റിദ്ധാരണയെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. മറുഭാഗത്ത് വസ്തുതകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അതിനെ തമസ്കരിക്കുകയാണ്. എന്തിനാണ് നേരത്തെ ശ്രീ സണ്ണി എം കബിക്കാട് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിനെ ഒന്ന് അക്നോളജ് ചെയ്താൽ എന്താണ് പ്രശ്നം? ഏതൊരു പ്രശ്നത്തിന്റെയും പരിഹാരത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്ന് ഗ്രാമത്തിലെ ഒറ്റപ്പെട്ട എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. ബൽറാം ഉന്നയിച്ച ഒരു വിഷയത്തെ ഉൾക്കൊള്ളാതിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കുറച്ചിലായി കരുതിയാണ് അവർ ഉൾക്കൊള്ളാതിരിക്കുന്നത്. അത് അവർക്ക് സംഭവിക്കുന്ന രാഷ്ട്രീയമായ പിഴവ്. അവിടെ നിങ്ങൾ വിജയിക്കുന്നു ആ അർത്ഥത്തിൽ. അതിനപ്പുറത്തേക്ക് അതിന്റെ ഗൗരവമായ രാഷ്ട്രീയത്തിലേക്ക് പോയാൽ ഈ ദളിതുകളുടെ ദുരവസ്ഥയ്ക്ക് നിങ്ങൾക്കും ഒഴിഞ്ഞു മാറാനാവില്ല. നിങ്ങളും അടക്കം ഭരണകൂടത്തിന്റെ ഭാഗമായി നിന്നവരെല്ലാം ഉത്തരം പറയണം. അംബേദ്കർ കോളനി താമസിക്കുന്ന ആളുകളെ അതുകൊണ്ടാണല്ലോ ശ്രീ ബാബുവിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഈ പ്രശ്നത്തെ അതിന്റെ ഒരു ഒരു നിമിഷം സോമപ്രസാദ് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായും അത് ബൽറാം എടുത്ത നിലപാട് പ്രാദേശികമായി നിങ്ങളുടേതടക്കം ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ബൽറാം ഞാൻ വരാം. ഇതിനിടയിൽ സോമപ്രസാദ് MP ഒരു കാര്യം പ്രധാനമായി പറഞ്ഞു. ഐത്തമില്ലാത്തിടത്ത് ഐത്തമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണോ ശ്രീ സോമപ്രസാദ് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി പറയാൻ ഉദ്ദേശിക്കുന്നത്? ഐത്തമില്ലാത്തിടത്ത് ഐത്തമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. എന്റെ പോയിന്റ് വളരെ ക്ലിയർ ആണ്. പറഞ്ഞോളൂ. എന്റെ പോയിന്റ് വളരെ ക്ലിയർ ആണ്. ഐത്തമുള്ള ഒരു സ്ഥലത്ത് ഐത്തമില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും ഐത്തമില്ലാത്ത സ്ഥലത്ത് ഐത്തമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും രണ്ടും പെശകാണ്. ഇത് ഐത്തമില്ലാത്ത ഒരു സ്ഥലത്ത് ഐത്തമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അവിടെ താമസിക്കുന്ന ആളുകളെ അവരെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഐത്തമില്ലാന്നാണോ പറയുന്നത്? എനിക്കിതിനകത്ത് അവസാനമായി പറയാനുള്ള സമയം തീരുന്നു എന്നുള്ളതുകൊണ്ട് സോമപ്രസാദ് ഈ കേസിൽ ഐത്തമില്ല എന്നാണോ പറയുന്നത്? നിങ്ങൾ എന്തിനാണ് നേരത്തെ ശ്രീ സണ്ണി കബിക്കാടി ചോദിച്ചതിന് രാഷ്ട്രീയ ചോദ്യത്തിനൊരു മറുപടി താങ്കളായിരിക്കും കുറെ കൂടി ഉചിതം. എന്തിനാണ് ഇങ്ങനെ സ്ഥാപിക്കാൻ വ്യഗ്രത കാട്ടുന്നത്? അതൊരു സാമൂഹിക വിപത്താണ്. ഈ പ്രശ്നത്തെ സംബന്ധിച്ച് അവിടുത്തെ MLA-യും അതോടൊപ്പം തന്നെ ശ്രീ VT ബലറാമും ഒക്കെ തന്നെ പറയുന്നതിൽ രണ്ട് തട്ട് നിൽക്കുകയാണല്ലോ. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്ക് കൂട്ടായിട്ട് അവിടെ നിന്ന് പോകാം. നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും 2, 3, 4, 5 ആളിനെ അല്ലാതെ അവിടെ താമസിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളെ നേരിട്ട് കണ്ട് ഇത് ഐത്തമുണ്ടോ, ഐത്തമുണ്ടെങ്കിൽ ആ ഐത്തത്തിനെതിരായി എന്തറ്റം വരെ സമരം ചെയ്യുന്നതിനും പ്രക്ഷോഭം നടത്തുന്നതിനും ഒന്നും കബിക്കാടിന്റെ അടക്കം നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് വരാൻ ഞാൻ നമുക്ക് ഒരുമിച്ച് പോയി അവിടെ ഒരു പരിശോധന സ്വാഗതം ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ഒന്ന് കേൾക്കൂ. ഞങ്ങളുടേതും മറ്റു മാധ്യമങ്ങളുടെയും മുമ്പിൽ വന്ന് ഈ അവസ്ഥ വിവരിച്ച ആളുകളുടെ അവരനുഭവിക്കുന്ന ഈ ജാതി വിവേചനം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല എന്നല്ലേ? അതൊരു സമൂഹത്തിന്റെ പ്രതീകമായി എന്തുകൊണ്ട് കാണാനാവുന്നില്ല? തലയെണ്ണി എത്രമാത്രം ആളുകൾക്കുണ്ടെങ്കിൽ മാത്രമേ ഐത്തമുള്ളൂ എന്ന് പറയുന്നതിൽ അപാകതയുണ്ട്. ഒരാൾ അനുഭവിച്ചാലും അത് ഗൗരവതരമാണ്. പറഞ്ഞത് ശരിയാണോ? ആളുകൾ വന്ന് പറഞ്ഞത് ശരിയാണോ? പറഞ്ഞാണോ അവിടുത്തെ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. ഞാൻ പറയുന്നത് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നല്ലോ. അവിടെ 2, 3, 4 പേരെ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവര് പറയുന്നതാണ് ആ കോളനി നടക്കുന്നത് എല്ലാം എന്ന് എന്തിനാ സ്ഥാപിക്കുന്നത്? വളരെ ഫ്രീ ആയിട്ട് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് മനസ്സിലായി. വ്യക്തമായി ശ്രീ ബാബു വേഗം പറയും. എന്താണ് പറയാനുള്ളത്? താങ്കൾ എന്താണ് പറഞ്ഞു വന്നത്? ബലറാം, ഒരു കാര്യം മനസ്സിലാക്ക്. നാം അവിടെ അത്തരത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ MP പറഞ്ഞതുപോലെ സ്ഥലം പോയി ഒരുമിച്ച് നിന്ന് അതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കും. അതിനൊന്നും ഞങ്ങൾക്കൊരു മടിയുമില്ല. പക്ഷേ ബോധപൂർവമായി ഇത്തരം ആളുകളെ
ഈ ജാതീയപരമായി വിവേചനം ഉണ്ടാക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തരുത്. നിങ്ങളുടെ പാർട്ടി തന്നെ അത് ചെയ്യുന്നില്ലേ? നിങ്ങളുടെ പാർട്ടി ഇത്രയും കാലം ഭരിച്ചിട്ടും 50,000 ചേരികളിൽ നിന്ന് ഒരു ചേരിയോ ഒരു കോളനിയോ നിങ്ങൾക്ക് മാറ്റാൻ കഴിയാതെ വീണ്ടും 3 സെന്റ് ഫ്ലാറ്റുകളും പദ്ധതികളും കൊണ്ടുവന്ന് ഞങ്ങളെ കോളനികളിലേക്ക് ഒതുക്കുന്ന നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ 2 സാമൂഹ്യ ചിന്തകൾ തമ്മിലുള്ള 2 സാമൂഹ്യ ശക്തികൾ തമ്മിലുള്ള യുദ്ധം തന്നെയാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത്. അതിപ്പോ നിങ്ങൾ ഈ പറയണതൊക്കെ എന്തുകൊണ്ടാണ് പറയണമെന്ന് എല്ലാവർക്കും അറിയാം. അല്ലല്ലല്ല, ഞങ്ങൾ 70% പേരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരാണ്. ഞങ്ങൾ 70% പേരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ തൊഴിലാളി വർഗത്തിൽ ഞങ്ങൾ ഉൾപ്പെട്ടോ? ഞങ്ങൾ ഏത് തൊഴിലാണ് സ്പെഷ്യലൈസ്ഡ് ആയത്? നിങ്ങൾ പറഞ്ഞ തൊഴിലാളി വർഗത്തിൽ ഞങ്ങൾ ഉൾപ്പെട്ടോ? ആ ഒരു തൊഴിലാളി വർഗമാകണമെങ്കിൽ ഒരു സാംസ്കാരിക വിഭവം സ്വായത്തമാകണം. അതിനുള്ള സാംസ്കാരിക അന്തരീക്ഷം ഒരുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. വീട് വെച്ച് തന്നതും ഈ CPIM നേതൃത്വം പക്ഷെ അപ്പോഴും ഏതായാലും ഞാൻ ഈ ചർച്ചയിലും വളരെ ക്രിയാത്മകമായ ഒരു ഇടപെടൽ പ്രതീക്ഷിച്ചാണ് സ്ഥലം MLA-യും ശ്രീ സോമപ്രസാദ് MP വിളിച്ചത്. ശ്രീ സണ്ണി കപ്പിക്കാട് ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് ശ്രീ ബാബു MLA ഒറ്റ ചോദ്യം ശ്രീ ബാബു എല്ലാവരും ഒന്ന് കേൾക്കൂ. ശ്രീ ബാബു ഒറ്റ ചോദ്യം. നേരത്തെ ശ്രീ സണ്ണി കപ്പിക്കാട് പറഞ്ഞത് എന്തിനാണ് അവിടെ ഇത്തരം ഒരു കുഴപ്പമില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഒരു വ്യഗ്രത, താങ്കൾക്കത് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. കാണുന്ന ആളുകൾക്ക് മുമ്പിൽ അങ്ങനെ ഒരു തോന്നൽ സൃഷ്ടിക്കുന്ന വിധം താങ്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എങ്കിൽ ആ കുഴപ്പം ഉണ്ട് എന്ന് പറയാനുള്ളൊരു വിമുഖത എന്തിനാണ്? ബലറാം, ഞാൻ എന്റെ മറുപടി പറയുന്നത് വരെ ഇടപെടരുത്. ഞാൻ പറയാം, അങ്ങനെ ഒരു കുഴപ്പം ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കാനുള്ള കഴിവുള്ള പാർട്ടിയും പ്രസ്ഥാനവും ഇടതുപക്ഷം അവിടെയുണ്ട്. അവരുൾപ്പെടെ നേതൃത്വം കൊടുത്തു തന്നെയാണ് ഈ വിവാഹം നടത്തിക്കൊടുത്തത്. അതിനുശേഷം 4 ദിവസം വരെ അവിടെ ഒരു പ്രശ്നങ്ങളില്ല. പിന്നീട് ഈ ശിവരാജൻ എന്ന് പറയുന്നയാൾ ചില മാധ്യമ സുഹൃത്തുക്കളെ ഉപയോഗപ്പെടുത്തി. ഏതായാലും ഒരു നിർദ്ദേശം, എനിക്കതിൽ കൂടുതൽ സമയം അവസാനിക്കുന്നു. ബൽറാം, ഇപ്പോൾ MP-യും MLA-യും പറഞ്ഞത് സംയുക്തമായി അവിടെ പോകാമെന്നൊക്കെ പറയുന്ന ഒരു പതിവ് വിശദീകരണമുണ്ട്. ഏതായാലും നേരിട്ട് കണ്ടയാളാണല്ലോ, ഇനിയും പോയി കണ്ട് ബോധ്യപ്പെടണോ ബൽറാമിന് അവിടെ നടന്ന കാര്യങ്ങൾ? ബൽറാം, ശ്രീ സോമപ്രസാദ് പറഞ്ഞതിന് ഞാൻ മറുപടി പറയണമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് കാര്യമായിട്ട് നേരിട്ട് വിവരമൊന്നുമില്ല, കേട്ടറിഞ്ഞ വിവരം മാത്രമേ. പക്ഷെ ശ്രീ ബാബുവിന്റെ വാക്കുകൾ സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് വീണ്ടും. കാരണം അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ എന്റെ ബാബോട്ട ഒന്നും ഉണ്ടായിരിക്കും, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത്ഭുതമൊന്നല്ല, സത്യം പറയാൻ തന്നെ. എന്റെ ബാബോട്ട നിങ്ങൾ കുറെ നേരം സംസാരിക്കുന്നു, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അത് ഇത്തിരി അദ്ദേഹത്തിന്റെയും കുഴപ്പമില്ല. അദ്ദേഹം വിശാഖപട്ടണത്തിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നും മനസ്സിലാക്കണം, അദ്ദേഹം ഒരു വലിയ തിരക്കുകൾക്കിടയിൽ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിനിടയിൽ സ്വന്തം ഞാൻ അത്രയും അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഞാൻ സ്ഥലത്തില്ല എന്ന് പറഞ്ഞൊഴിയാൻ ഏതൊരു പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം ഇതിനിടയിലും വന്ന് തിരക്കുണ്ടാക്കുകയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, വേഗം പൂർത്തിയാക്കൂ. ശ്രീ ബൽറാം, ഞാൻ പറഞ്ഞോട്ടെ, ഇതില് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പൊതു മനോഭാവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ പാർട്ടി അങ്ങനെ അവിടെ രൂക്ഷമായ പ്രശ്നമുണ്ട്, ഞാൻ പോവല്ലോ. ശരി സമ്മതിച്ചു, മനസ്സിലായി. ഞാനിത് പറഞ്ഞോട്ടെ, അവിടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ പേരിലായിരിക്കും ഈ തരത്തിലുള്ള ചർച്ച ഉയർന്നു വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ചില വിവാഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവാദമോ ഏത് തരം വിവാദമായിക്കോട്ടെ, പക്ഷെ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാൻ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് വിശാല അർത്ഥത്തിൽ ഒഴിഞ്ഞു മാറുന്നില്ല. കാരണം ഞാൻ കൂടി നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഭരണകൂടത്തിന്റെ പ്രതിനിധിയായി അല്ലെങ്കിൽ ഭരണവർഗത്തിന്റെ പ്രതിനിധിയായി നിൽക്കുന്ന ഒരാളാണ്, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗം എന്ന നിലയിൽ. അതുകൊണ്ട് ഞാൻ അടക്കമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ പ്രശ്നം സമഗ്രതയിൽ ചർച്ച ചെയ്യണം. ഇതൊരൊറ്റപ്പെട്ട വിഷയം മാത്രമല്ല. അംബേദ്കർ കോളനി എന്ന് പറയുന്നത് ഒരു മഞ്ഞുമലയുടെ തലപ്പ് മാത്രമാണ്. ഇത് കേരളത്തിലെ ദളിത് ജീവിതങ്ങളുടെ ഒരു സൂചന മാത്രമാണ്. അതിനെ സമഗ്രമായി നോക്കിക്കാണാനും അതിന്റെ പരിഹാരങ്ങളെ കുറിച്ച് തുറന്ന മനസ്സോടുകൂടി ചർച്ച ചെയ്യാനും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഒരു സമഗ്രതയിൽ കാണാൻ, ഒരു വിശാല മനോഭാവം പോലും രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നില്ല ഈ ചർച്ചയ്ക്കെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാർ ഒരു പ്രത്യക്ഷ ഉദാഹരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശാല മനോഭാവം ദളിതുകളുടെ അരികു ജീവിതത്തെ കുറെ കൂടി വിശാലമായി ഒരു മാറ്റം വരുത്താൻ സാധ്യത ഉരുത്തിരിഞ്ഞു വരിക? അതിന് അംബേദ്കർ കോളനിയിലെ ഈ ഗൗരവപ്പെട്ട പ്രശ്നത്തിന് പോലും സംഭാവന ചെയ്യാനാകുമെന്ന് കരുതാനുമാവില്ല. ഈ ചർച്ച തന്നെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം വെളിപ്പെടുത്തുന്നുണ്ട്.
അതുകൊണ്ട് നമ്മൾ അത്തരം പ്രതീക്ഷകൾ ഇനി പുലർത്തേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിലെല്ലാം ഇതിന് ഉത്തരമുണ്ടെന്ന് പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഒരു ഉത്തരവും കാണുന്നില്ല. അതുകൊണ്ട് അത്തരം പ്രതീക്ഷകളൊക്കെ ദളിതരടക്കം ആദിവാസികളടക്കം മാറ്റിവെച്ചിട്ടുണ്ട്. സ്വന്തം നിലക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ള പുതിയ അന്വേഷണത്തിലും പുതിയ പ്രസ്ഥാനത്തിലുമാണ് അവർ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതുമാത്രമായിരിക്കും അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു വഴിയും ദളിതർക്ക് മുന്നിലില്ല എന്ന് തന്നെയാണ് ഗോവിന്ദാപുരം നമ്മളോട് പറയുന്നത്. പക്ഷേ ഒരു നിരാശാജനകമായ ഒരു ഘട്ടത്തിൽ ഈ ചർച്ച അവസാനിപ്പിക്കാൻ വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും ഭരണകൂടങ്ങൾക്ക് അവരുടേതായ ഉത്തരവാദിത്വമുണ്ട്. കേരളത്തിന്റെ ഒരു നവോത്ഥാന മൂല്യങ്ങളിലേക്ക് അതിന് വിഘാതമായ വിരുദ്ധമായ ഇത്തരം അയിത്തവും അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയും നിലനിൽക്കുന്ന പ്രദേശങ്ങളുണ്ട് എന്ന് പ്രത്യക്ഷമായി തന്നെ ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ പുതിയ പരിശോധനകൾക്കായി സമയം കളയാതെ അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിഹാരക്രിയകളിലേക്ക് പോകാതെ ഒരു ഭരണകൂടത്തിനും നിലയുറപ്പിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്ന നല്ല ബോധ്യം പങ്കുവെച്ചുകൊണ്ട് അത്തരമൊരു നല്ല മനസ്സ് ഭരണാധികാരികൾ, അത് പ്രാദേശിക ഭരണത്തിൽ നിന്നാവാം, ജില്ലാ ഭരണകൂടങ്ങളിൽ നിന്നാവാം, സംസ്ഥാന ഭരണകൂടത്തിൽ നിന്നാവാം, രാഷ്ട്രീയ പ്രവർത്തകരുടെ ജാഗ്രതയിൽ നിന്നാവാം, പൊതുപ്രവർത്തകരുടെ ഒത്തുചേരലിൽ നിന്നാവാം, ഏത് നിലയ്ക്കായാലും ദളിത് ജീവിതങ്ങളെ ഈ വിധത്തിലേക്കുള്ള ഒരു വിവേചനത്തിന്റെ തലത്തിലേക്ക് കൂടുതലായി പ്രത്യക്ഷമായി തള്ളിവിടുന്ന സാഹചര്യങ്ങൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ ആർക്കുമാവില്ല എന്ന ഒരു നല്ല സാധ്യതയും പ്രതീക്ഷയോടെയും പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. ശ്രീമതി ധന്യ രാമൻ, ശ്രീ സണ്ണി കപ്പിക്കാട്, ശ്രീ കെ ബാബു നെന്മാറ MLA, ശ്രീ സോമപ്രസാദ് MP, ശ്രീ ബൽറാം MLA ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന് വളരെയധികം നന്ദി. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.